പിൻഡുറുബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന, എന്നാൽ പലപ്പോഴും നമ്മൾ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നാൻ കാരണമാകുന്ന നിങ്ങളുടെ ആ പ്രത്യേകത എന്താണ്? നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കൂടെയുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർക്കോ നിങ്ങളുടെ ഏത് ഭാഗ്യത്തോടാണ് അല്ലെങ്കിൽ കഴിവിനോടാണ് ഉള്ളിൽ അസൂയയുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഈ അസൂയകൾ കാരണം വല്ലാതെ ദുരിതം അനുഭവിക്കുന്നവർ ആകാം നമ്മളിൽ പലരും. അപ്പോൾ അതെന്താണ്? ചില ആളുകളുടെ പെരുമാറ്റം ഇങ്ങനെ ആയതുകൊണ്ട് കാരണമറിയാതെ നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ആ രഹസ്യങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് ഇത്തരം ദുർഘടമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്, അത് നമ്മുടെ കഴിവ് തന്നെ കൊണ്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ കുറച്ച് ആശ്വാസമല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ 3 ജമ്പേഴ്സ് വന്നിട്ട് 4 ജമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ കാർഡ്, നമുക്ക് ഓരോ കാർഡ് എടുത്ത് റീഡ് ചെയ്ത് പോകാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡാണ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ലോക്കൽ വിച്ചസ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഷോപ്പിന് മുന്നിൽ. അതായത് ഇതില് കാർഡിൽ എഴുതിയിരിക്കുന്നത് ട്രൂ സക്സസ് ഈസ് ഇൻ ജസ്റ്റ് അബൌട്ട് മണി, ഇറ്റ്സ് അബൌട്ട് ഹാപ്പിനെസ് ടു. ഈ കാർഡിന്റെ അർത്ഥം, കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട, സാമ്പത്തിക ഭദ്രതയുള്ള, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊരു ഫിനാൻഷ്യൽ ഫ്രീഡവും അബണ്ടൻസും ഉള്ള ഒരു വ്യക്തി എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കിങ് ഓഫ് പെന്റക്കിൾസ് കാർഡ്. നമുക്കിവിടെ വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട് അസൂയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ആന്തരികമായ ഒരു സുസ്ഥിരതയും സമാധാനവുമാണ്, നിങ്ങളുടെ ഹാപ്പിനെസ് ആണ്. നിങ്ങളുടെ പണത്തേക്കാൾ ഉപരി അവർ കാണുന്നത്, നിങ്ങളെക്കാൾ പണമുള്ള ആളുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള ആളുകൾക്ക് പോലും തോന്നുന്നത് നമ്മളെക്കാൾ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇയാൾക്ക് എങ്ങനെ ഇത്രയും സന്തോഷത്തോടും സംതൃപ്തിയോടുകൂടിയും ഇരിക്കാൻ കഴിയുന്നു എന്ന ചിന്തയാണ് പലരിലുമുള്ളത്. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കൂടെ നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നടിക്കുന്നവരുടെ പോലും മനസ്സിലുള്ളത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ആ സമൃദ്ധി നിങ്ങൾ അർഹിച്ചു നേടിയതാണ്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത കഷ്ടപ്പാടുകൾ, നിങ്ങൾ ചെയ്ത ജോലികൾ, അത് പലർക്കും അറിയില്ല. ഒരുപാട് ജോലികൾ ചെയ്ത് അല്ലെങ്കിൽ പല പല ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു ജീവിത സാഹചര്യമാണ് നിങ്ങൾക്ക് ഇന്നുള്ളത്. ആളുകൾ വിചാരിക്കുന്നത് വിജയം എന്ന് പറയുമ്പോൾ വെറുതെ പണം മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ വിജയം, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷം കണ്ട് ചുറ്റുമുള്ള ആൾക്കാർ തിരിച്ചറിയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇയാള് എന്നാൽ വലിയൊരു ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് ഒന്നും വന്നതായിട്ട് കാണുന്നില്ല, അത്രയും വലിയൊരു സാഹചര്യം, ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നൊരു ചിന്ത അവരിലുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് പണം കൊണ്ട് മാത്രം സന്തോഷം നേടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇന്നുള്ള ആ സമൃദ്ധി നിങ്ങൾ അർഹിച്ച് കഷ്ടപ്പെട്ട് നേടിയതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുകൾ ഭയന്ന് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ഒളിച്ചു വെക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ മജീഷ്യൻ എന്ന കാർഡിന്റെ അത്ഭുത സിദ്ധിയുണ്ട്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഏത് പൂജ്യത്തിൽ നിന്നും തിരികെ വരാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റുള്ളവർ ഒരു പരാജയം കൊണ്ട് തകർന്നു പോകുമ്പോൾ നിങ്ങൾ അതിനെ പാഠമായി കണ്ട് കൂടുതൽ ശക്തമായി തഴച്ചു വളരുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ പലപ്പോഴും നിങ്ങളെ താഴെ ഇറക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടാവാം. ഒരുപാട് അനുഭവങ്ങൾ, നിങ്ങൾക്ക് അതിൻ്റെതായ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ആ ശത്രുക്കളും മിത്രങ്ങളായിട്ട് നിന്നവരും എല്ലാവരും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ കാണുന്നത്. ഇതാണ് അവരിൽ വലിയൊരു അപകർഷതാ ബോധം ഉണ്ടാക്കുന്നത്. നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ല, കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇവിടെ അടുത്തതായിട്ട് ഇതിനോടൊപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഗുഡ് ലക്ക് ചാമാണ്, അതായത് ഭാഗ്യദേവതയുടെ കടാക്ഷം. കാര്യങ്ങൾ നിങ്ങളുടെ കൈവിട്ട് പോയി എന്ന് തോന്നുമ്പോഴും അവസാന നിമിഷം എവിടെ നിന്നോ ഒരു ഭാഗ്യം നിങ്ങളെ തേടിയെത്താറുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ.
വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി തളർന്നു നിൽക്കുന്ന പല സാഹചര്യങ്ങളിലും നിങ്ങൾക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. മറ്റുള്ളവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്ത ചില അംഗീകാരങ്ങളോ നന്മകളോ നിങ്ങളെ വളരെ എളുപ്പത്തിൽ തേടി വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് അത് സഹിക്കാൻ കഴിയാറില്ല. അവർ നിങ്ങളുടെ കഠിനാധ്വാനത്തെ കാണാതെ അതിനെ വെറും ലക്ക് എന്ന് വിളിച്ച് ഭാഗ്യം, അവർ ലക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗ്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ കഠിനാധ്വാനത്തെ കുറച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. പക്ഷെ ഈ ഭാഗ്യം വെറുതെ വന്നതല്ല. നിങ്ങളുടെ പോസിറ്റീവ് ചിന്താഗതിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച, നിങ്ങൾ നേടിയെടുത്ത ഭാഗ്യമാണ്. അതിൽ നിങ്ങൾ എന്നും വിശ്വസിക്കുക. ഈ ഭാഗ്യങ്ങൾക്കിടയിലും ജീവിതം നിങ്ങളെ ഒരു ഇൻ ബിറ്റ്വീൻ അവസ്ഥയിൽ നിർത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഈ പേഷ്യന്റ് വിച്ച് എന്ന കാർഡിന്റെ പ്രസക്തി. കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് നടക്കാതെ പോയപ്പോഴും നിങ്ങൾ കാണിച്ച ആ കടുത്ത ക്ഷമ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്നാണ് പറയുന്നത്. ഒരു വലിയ കൊടുങ്കാറ്റിലും നിങ്ങൾ കാണിക്കുന്ന ഈ അസാധാരണമായ ശാന്തത നിങ്ങളുടെ ശത്രുക്കളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ കഴിയുന്നില്ല അവർക്ക്. ആ നിരാശയാണ് അവർക്ക് നിങ്ങളോട് കൂടുതൽ അസൂയ, അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഈ കാത്തിരിപ്പ് വെറുതെ ആവില്ല. ഇതിലും മികച്ചത് തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും. അതിന്റെ സൂചനയാണ് നമുക്ക് അടുത്തതായിട്ട് ലഭിച്ചിട്ടുള്ള 3 of Wands എന്ന കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു വലിയ റിസ്ക് അല്ലെങ്കിൽ ഒരു ധീരമായ തീരുമാനം നിങ്ങൾ ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട്. അതിലൂടെ വലിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. ആ ഭാഗ്യം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഔദ്യോഗികമായ എന്തെങ്കിലും ഒരു ഓഫറുകളോ, വലിയ ഓഫറുകളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെറ്റർ, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ തേടി ഉടനെ എത്താൻ സാധ്യതയുണ്ട്. ചുറ്റുമുള്ളവർ ഒരേ സ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുകയും അതിനായി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യേകത. നിങ്ങളുടെ ഈ ഗ്ലോബൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ വലിയ വളർച്ചയെ കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റും നിന്ന് നിങ്ങളെ അസൂയയോടെ നോക്കുന്ന ആളുകളുടെ ഉറക്കം കെടുത്തുന്നത് എന്നുള്ളതാണ് ഈ കാർഡിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലും ഈ കാർഡിലും എഴുതിയിരിക്കുന്നത് പുട്ട് യുവർ സെൽഫ് ഔട്ട് ദെയർ ആൻഡ് യു വിൽ ബി റിവാർഡഡ് വൺ വേ ഓർ അനദർ. നിങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റിവാർഡ് കിട്ടത്തക്ക രീതിയിലേക്ക് നിങ്ങളെ ഒരുക്കിയിരിക്കുകയാണ്, നിങ്ങൾ അതിന് തയ്യാറായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ലഭിച്ചിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ്. ഇതിനുള്ള കാരണം പറയുകയാണ്. അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തിലുള്ള ആ പ്രത്യേക കാന്തിക ശക്തിയും ധൈര്യവും അതാണ് നിങ്ങളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആളുകളിലേക്ക് നിങ്ങളെ ഒരു കാന്തം പോലെ ആകർഷിക്കുന്നതുമായിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്. നിങ്ങളിലുള്ള ആ എലമെന്റ്, നിങ്ങൾ എവിടെ പോയാലും ആളുകളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തും, നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലുക്ക് എന്നുള്ളതിനുപരി എത്ര അതായത് ലുക്ക് വൈസ് വളരെ പ്രാധാന്യം കിട്ടുന്ന ആളുകളെ പോലെയൊന്നും ചിലപ്പോൾ നിങ്ങൾ അതായത് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മേക്ക് ഓവർ അങ്ങനെയൊന്നും ചെയ്തിട്ടായിരിക്കില്ല നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുക. നിങ്ങൾ എങ്ങനെ ചെന്നാലും നിങ്ങളിലേക്ക് ഒരു ശ്രദ്ധ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റും. എവിടെ പോയാലും ആളുകളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തും. ചട്ടക്കൂടുകൾ തകർത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനും റിസ്കുകൾ എടുക്കാനും നിങ്ങൾ കാണിക്കുന്ന ആ ധൈര്യമുണ്ടല്ലോ, അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒന്നാണെന്നാണ് ഈ കാർഡ് നൽകുന്ന, അതായത് ആ എനർജിയാണ് നമുക്ക് ഈ കാർഡ് കാണിച്ചു തരുന്നത്. അവർ നിങ്ങളെ കുറ്റം പറയാൻ നോക്കുമ്പോഴും നിങ്ങളുടെ മുഖത്തെ ആത്മവിശ്വാസമുള്ള ഒരു പുഞ്ചിരി, ഒരു ഭയങ്കര ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിങ് ഉണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ആ ചിരി അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ നോക്കിയിട്ട് അവർ തന്നെ പ്രകോപിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. നിങ്ങൾ കൂളായിട്ട് നിൽക്കുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ്. നിങ്ങളുടെ ഈ എനർജിയോടും സ്റ്റൈലിനോടും അവർക്ക് ഉള്ളിൽ കടുത്ത അസൂയയാണ് ഉള്ളതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. ഇത് അതായത് പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ നിന്ന്, അതായത് നിങ്ങളെ വേദനിപ്പിച്ച സങ്കടകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ വിലമതിക്കാത്ത
മനുഷ്യരിൽ നിന്നും വളരെ ധീരമായി നടന്നു നീങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇതിനകം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ കരുതിയത് അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ കാരണം നിങ്ങൾ അവിടെ കിടന്ന് തകർന്നു പോകും, അവിടെ തന്നെ ഏറ്റവും താഴെത്തട്ടിൽ തന്നെ അവിടെ തകർന്നടിഞ്ഞ് കിടന്നു പോകുമെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ ഈ 6 ഓഫ് സോർട്സ് എന്ന കാർഡ് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ അതിജീവന ശേഷിയെയാണ്. നിങ്ങൾ അവരെയെല്ലാം നിസ്സാരമായി അവഗണിച്ചുകൊണ്ട് പുതിയൊരു അധ്യായം എഴുതാൻ തയ്യാറായി മുന്നോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. നിങ്ങളിപ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, നിങ്ങൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ഒന്നും പ്രവർത്തിക്കണമെന്നുണ്ടാവില്ല. പക്ഷെ അവരതെല്ലാം അറിയുന്നുണ്ട്, അവർ നിരീക്ഷിക്കുന്നുണ്ട്. അവരെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ പുതിയൊരു തീരത്തേക്ക്, അതായത് അവരുടെ ആ ഒരു എനർജിയും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ പുതിയൊരു തീരത്തേക്ക് തുഴഞ്ഞു പോകുന്ന നിങ്ങളുടെ മാനസിക കരുത്തിനോടാണ് അവർക്ക് ഏറ്റവും വലിയ അസൂയ. കാരണം അവർക്കറിയാം എത്രത്തോളം ശക്തരാണ് അവർ, എത്രത്തോളം കഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ്, ചതികളിലൂടെയാണ് അവർ നിങ്ങളെ കടത്തിവിടുന്നത്. എന്നിട്ട് നിങ്ങൾ അതിനെ അതിജീവിക്കുന്ന ഒരു എനർജി നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ വിഷമിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പോലും നിങ്ങളോട് അസൂയ തോന്നുന്നു. ശത്രുവിന് പോലും അസൂയ തോന്നുന്ന ഗാംഭീര്യത്തോടുകൂടി നിങ്ങൾ പിടിച്ചു നിൽക്കുന്നു, ചെറുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ എനർജി നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് കണ്ടില്ലേ, നമ്മൾ പറഞ്ഞതിനോട് വളരെ കറക്റ്റ് ആയിട്ട് യോജിക്കുന്ന, നന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന എനർജിയാണ് അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സ്. അതായത് നിങ്ങളുടെ എനർജിയിൽ അടുത്തതായിട്ട് നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ 7 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ്, ആ എനർജി ജീവിതത്തിൽ തെറ്റായ പെരുമാറ്റങ്ങളോ നിലപാടുകളോ കാണിക്കുന്ന മനുഷ്യരെ അവരുടെ മുഖത്ത് നോക്കി ചൂണ്ടിക്കാട്ടാനും അവരെ തിരുത്താനുമുള്ള ഒരു പ്രത്യേക ആർജവം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. മറ്റുള്ളവർ തെറ്റുകൾ കണ്ട് മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശബ്ദമുയർത്തും. നിങ്ങൾ സംസാരിക്കാതിരിക്കില്ല, പ്രതികരിക്കാതിരിക്കില്ല. ആരെങ്കിലും നിങ്ങളെ വന്ന് നേരിട്ടാൽ പോലും നിങ്ങൾ ആദ്യം വളരെ ശാന്തമായി അവർ പറയുന്നത് കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ ഈ നീതിബോധവും ഒരു തെറ്റു പറ്റിയാൽ അത് തുറന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കാനുള്ള നിങ്ങളുടെ ഒരു വലിയ മനസ്സ്, അതിനോടുമാണ് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കുള്ളിൽ അസൂയ. കാരണം ഇവർക്കൊക്കെ ഈഗോ തലയ്ക്ക് പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഇത്രയും ലളിതമായി കാര്യങ്ങളെ കാണാൻ കഴിയുന്നു എന്ന് അവർ അത്ഭുതപ്പെടുന്നു. ഇത്തരത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ വാക്കുകളെ വളച്ചൊടിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് പ്രതികരിക്കുമ്പോൾ എപ്പോഴും കൃത്യമായ വ്യക്തത പുലർത്തണം. അത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇതിനോടൊപ്പം വന്നിരിക്കുന്ന എനർജി ഏസ് ഓഫ് സോർഡ്സ് ആണ്. വളരെ പെട്ടെന്ന് പുതിയ ആശയങ്ങളും അതിശയിപ്പിക്കുന്ന ചിന്തകളും നിങ്ങളുടെ തലയിലേക്ക് മിന്നൽ പോലെ കടന്നു വരാറുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യർ ചിന്തിക്കുന്നതിലും എത്രയോ ഉയരത്തിലാണ് നിങ്ങളുടെ ചിന്താലോകം. ഒരു പ്രപഞ്ചനിധിയായി നിങ്ങൾക്ക് ലഭിച്ച ഈ ക്രിയേറ്റീവ് ചിന്തകളെ നിങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന ഭയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ അത്ഭുത സിദ്ധി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഴിവ്, ഇത്തരത്തിലുള്ള കഴിവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇത്തരം ചിന്തകൾ നിങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന ഭയം നിങ്ങളുടെ ശത്രുക്കൾക്കുണ്ട്. ചിലർ ഈ ആശയങ്ങൾ കേൾക്കുമ്പോൾ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്താൻ നോക്കാം. അതായത് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഐഡിയ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ ആളുകൾ ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്താൻ നോക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ ഈ കൂർത്ത ബുദ്ധി, അതായത് നിങ്ങൾക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഇന്റലക്ട് ഉണ്ടെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ബുദ്ധിയോടെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവ്, അതും കൂടി ചേരുമ്പോഴാണ് ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക്, ചുറ്റുമുള്ളവർക്ക് കടുത്ത അസൂയ വരുന്നത്. ഈ ആശയങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ അവസാനം വരെ കൊണ്ടുപോകാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അതിന് നിങ്ങളെ സഹായിക്കുന്ന എനർജി നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന എനർജി ആയിരിക്കും. മറ്റുള്ളവർ ധൃതി കൂട്ടി കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പരാജയപ്പെടുമ്പോൾ നിങ്ങൾ വളരെ പതുക്കെയാണെങ്കിലും
കൃത്യമായ ലക്ഷ്യത്തിലൂടെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. വർഷങ്ങളായി നിങ്ങൾ എടുക്കുന്ന കഠിനാധ്വാനവും നിങ്ങളുടെ വിശ്വസ്തതയും നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നുണ്ട് നിലവിൽ തന്നെ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കൃത്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഈ സ്ഥിരതയും ലക്ഷ്യബോധവും അവരിൽ കടുത്ത അസൂയ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയും നിങ്ങൾ ചെയ്യുന്നത് ബോറിംഗ് ആണ്, അല്ലെങ്കിൽ അതായത് നിങ്ങളൊരു പരാജയമാണ്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, നിങ്ങൾ വെറുതെ സമയം കളയുകയാണ്, വെറുതെ വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ വെറുതെ എന്തിനോ വേണ്ടി നടക്കുകയാണ്, ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നില്ല എന്ന് ആളുകൾ പറയുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ രീതികൾ വ്യത്യസ്തമാണെങ്കിലും അത് വിജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. അതിനുള്ള എനർജി നിങ്ങൾക്കുണ്ട്. ഇതിനെല്ലാം കാരണം ഹെർമിറ്റിന്റെ എനർജി. അതായത് നിങ്ങൾ ഒരല്പം, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ ഇതിനുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടും അതിൽ തന്നെ സ്ലോ ആയിട്ട് കഠിനമായി അധ്വാനിച്ചുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാര്യങ്ങൾ തീർക്കുക എന്നുള്ളതൊന്നുമല്ല. നിങ്ങളൊരു പ്രൊജക്ട് എടുത്താൽ തന്നെ അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കാനും സീരിയസ് ആയിട്ട് സിൻസിയർ എഫേർട്ട് ഇടാനും നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും നിങ്ങൾ അങ്ങനെയാണ്. അതിന്റെ ഒരു പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് റിസൾട്ട് പെട്ടെന്ന് കിട്ടണം എന്നൊരു ചിന്താഗതിയിലല്ല നിങ്ങൾ ചെയ്യുന്നത്. ആത്മാർത്ഥമായി തന്നെ എഫേർട്ട് ഇട്ട് കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏത് മേഖലയിലും നിങ്ങൾ പ്രവർത്തിക്കുക. ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് കാരണം, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിന് കാരണം നിങ്ങൾ ഒന്ന് ഉൾവലിഞ്ഞ് അല്ലെങ്കിൽ ഒരല്പസമയം മാറിയിരുന്ന് ചിന്തിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഹെർമിറ്റ് കാർഡ് കാണിക്കുന്നത്. ആൾക്കൂട്ടത്തിൽ നിന്നെല്ലാം മാറി സ്വന്തം ആത്മാവിലേക്ക് നോക്കാനും സ്വയം വിലയിരുത്താനുമുള്ള ഒരു ആത്മീയമായ അറിവ് നിങ്ങൾക്കുണ്ട്. ജീവിതത്തിലെ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിൽ തിരയാറില്ല, മറ്റുള്ളവരെ നോക്കാറില്ല, അനുകരിക്കാറില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന്, അതായത് എല്ലാ ഉത്തരവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട്. അത് നിങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കണ്ടെത്താൻ നോക്കുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ പ്രവൃത്തിയെ വലിയൊരു ഏകാന്തതയായിട്ടും നിഗൂഢതയായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ടും ഒക്കെ തോന്നും. അതായത് നിങ്ങളുടെ ഈ ശാന്തത കണ്ടിട്ട് തന്നെ അവർക്ക് അസ്വസ്ഥത തോന്നും. ഇയാൾക്ക് എങ്ങനെ ഇത്ര നേരം ഒറ്റയ്ക്കിരുന്നിട്ടും ഇത്ര അതായത് എന്ത് ഗുണമാണ് അതുകൊണ്ട് കിട്ടുന്നത്? ഏത് നേരം ഒറ്റയ്ക്ക് മുറിയടച്ച് ഇരിക്കുന്നു, അല്ലെങ്കിൽ ആരോടും ഒരു ഇതുമില്ല, ആളുകളെ കൂടി ഇടപഴകാൻ ഭയമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും അവര് നിങ്ങളെപ്പറ്റി ചിന്തിച്ചു കൂട്ടുന്നുണ്ടാവാം, പറഞ്ഞു വരുത്തുന്നുണ്ടാവാം, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഉള്ള ഈ ആത്മീയമായ പക്വതയോട് അവർക്ക് എന്തായാലും മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റും ഹൈ പ്രീസ്റ്റസും കൂടി ചേർന്നാൽ ഇതിന്റെ ഒരു ഡെപ്ത് വളരെ കൂടുകയാണ്. അതായത് ഇപ്പോൾ അവർ ചിന്തിച്ച കാര്യവും നിങ്ങളുടെ കഴിവും ഇതിന്റെ ഒരു ആഴം കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സിക്സ്ത് സെൻസ് അഥവാ നിങ്ങളുടെ ഉള്ളിലെ അവബോധം വളരെ ശക്തമാണെന്നുള്ള സന്ദേശമാണ് ഈ കാർഡ് നൽകുന്നത്. എന്ത് കാര്യത്തിലും ലോജിക്കിനേക്കാൾ ഉപരി നിങ്ങളുടെ ആദ്യത്തെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു ഇന്നർ ഫീലിംഗ് എപ്പോഴും കൃത്യമായിരിക്കും. മറ്റുള്ളവരുടെ ഉള്ളിലിരിപ്പ് അവർ പറയുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിയാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ വന്ന് അഭിനയിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ കപടത നിങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ടെന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ നിങ്ങളുടെ ആ കണ്ണുകളെയും ആ നിഗൂഢമായ ആത്മവിശ്വാസത്തെയുമാണ് അവർക്ക് ഭയം. നിങ്ങളുടെ ഈ അവബോധത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ശക്തി, ഒരു പവർ ആണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വാൺസ് എന്ന കാർഡാണ്. ഈ കാർഡ് വഴി കിട്ടിയിരിക്കുന്ന എനർജി വ്യക്തമാക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരു പുതിയ ക്രിയേറ്റീവ് പ്രൊജക്റ്റിലേക്ക് ഇറങ്ങി ഈ കാർഡ് കാണിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരു പുതിയ ക്രിയേറ്റീവ് പ്രൊജക്റ്റിലേക്ക് ഇറങ്ങി പുറപ്പെടാനുമുള്ള നിങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹത്തെയാണ്. പ്രായം എത്രയായാലും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ ഒരു കൊച്ചുകുട്ടിയുടെ ആവേശമുണ്ട്. പല കാര്യങ്ങളിലും ഒരേ സമയം താല്പര്യം കാണിക്കുന്ന നിങ്ങളുടെ ആ ഒരു എനർജി
അത് മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഒരു കാര്യത്തിലൊന്നുമല്ല, പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കും, പല കാര്യങ്ങളോട് താല്പര്യമാണ്, ഒന്നും വിട്ടുകളയാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഒരു അടങ്ങാത്തൊരു പാഷനേറ്റ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്, അറിവിനോട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള എനർജി കാണിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആളുകൾക്ക് തോന്നും ഇയാൾക്ക് ഇത് മതിയാവുന്നില്ലേ എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മളൊക്കെ ഇവിടെ ജീവിതം മടുത്തിരിക്കുമ്പോൾ ഇയാൾക്ക് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇത്രയും ആവേശം കിട്ടുന്നത്, ഇയാൾ എങ്ങനെയാണ് ഈ പ്രായത്തിലും ഇതിനിറങ്ങി പുറപ്പെടുന്നത് എന്ന് തോന്നുകയാണ്. ചിലപ്പോൾ ഈ ആവേശം കാരണം നിങ്ങൾ ഒരു കാര്യം തുടങ്ങി പാതി വഴിയിൽ നിർത്തിയെന്ന് വരാം. എന്നാൽ യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ആ പാഷൻ ഒരിക്കലും കളയാതെ തുടങ്ങിയ കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. കാരണം പല കാര്യങ്ങളിലും താല്പര്യം വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന വേറെ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു പോകുന്ന ഒരു ടെൻഡൻസിയും ഉള്ളതായിട്ട് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു എനർജിയിൽ നിന്ന് നമുക്കൊരു സൂചന ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശത്തെ കൂടി നിങ്ങൾ പരിഗണിക്കുക. സ്ലോ ആയിട്ടാണെങ്കിലും നിങ്ങൾ ആരംഭിച്ച, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളുടെ എനർജി, ടൈം, മനസ്സ് ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പതിയെയാണെങ്കിലും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വിട്ടുകളയാതിരിക്കുക. പതിയെയാണെങ്കിലും അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ കുറച്ച് ടൈം അതിനു വേണ്ടി കൂടി കൊടുക്കുക. ഒന്നും നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക എന്നതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആന്തരിക സമാധാനവും ഏത് ഒരു വട്ടുപൂജ്യത്തിൽ നിന്നും തിരികെ വരാനുള്ള നിങ്ങളുടെ കഴിവും നിഗൂഢമായ നിങ്ങളുടെ ആത്മവിശ്വാസവുമാണ് മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്നത്. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങളുടെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. നിങ്ങളുടെ കണ്ണുകളെയോ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡിങ്ങിനെയോ ഒരു പുഞ്ചിരിയെയോ പോലും അവർ ഭയക്കുന്നു. ഇവിടെ നിങ്ങൾ ശത്രുക്കളുടെ കണ്ണിനെ ഓർത്തോ അല്ലെങ്കിൽ ശത്രുക്കളുടെ അസൂയയെ ഓർത്തോ കുറുമ്പിനെ ഓർത്തോ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ വിജയത്തിന്റെ വേഗത കൂട്ടുകയേ ഉള്ളൂ. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഈ സവിശേഷതകളെ കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാണ്. നിങ്ങളുടെ യാത്ര തുടരുക. യൂണിവേഴ്സിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചാനലിന് ഒരു സപ്പോർട്ടായിരിക്കും. മാത്രമല്ല വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയണം. പേഴ്സണൽ റീഡിങ് നമ്മൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഇത് എൻ്റെ ഒരു പാഷനാണ്, എൻ്റെ പ്രൊഫഷൻ അല്ല. അതുകൊണ്ട് തന്നെ ടൈം നിലവിൽ അധികമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇതുവരെ തുടങ്ങാതിരുന്നത്. പക്ഷെ പേഴ്സണൽ റീഡിംഗ് അടുത്ത് തന്നെ നമ്മൾ ആരംഭിക്കാനിരിക്കുകയാണ്. സമയം പോലെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്ന് ശരിയായി വന്നാൽ ഉടനെ പേഴ്സണൽ റീഡിംഗ് എൻക്വയറി അയച്ച ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അത് സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ നൽകുന്നതായിരിക്കും. എല്ലാവരുടെയും അറിവിലേക്കായിട്ട് അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് തന്നെ നമ്മുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മുടെ നല്ല കഴിവുകളെ കൂടുതൽ പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഒരു കാര്യം കൂടി, ഞാൻ നിങ്ങളിടുന്ന കമന്റുകൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് മറുപടി നമുക്ക് അയക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾക്ക്, അതായത് എൻ്റെ ഒരു അഭിപ്രായങ്ങളല്ല ഞാൻ എപ്പോഴും കാർഡിൽ വരുന്ന എനർജിയാണ് നിങ്ങളോട് പറയുന്നത്. ആസ് എ പേഴ്സൺ, ഒരു സെപ്പറേറ്റ് പേഴ്സൺ എന്ന രീതിയിൽ എനിക്ക് പല കാര്യങ്ങൾക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ വ്യക്തിപരമായ അഭിപ്രായമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്. യൂണിവേഴ്സ് പറയുന്ന അഭിപ്രായങ്ങളാണ്. നമുക്ക് പേഴ്സണൽ റീഡിംഗ് ഒക്കെ വരുമ്പോൾ അത് ആ കാർഡിന്റെ എനർജിയോട് കൂടി തന്നെ നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ അത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമായി പോകും. കാർഡൊന്നും എടുക്കാതെ ആണല്ലോ നമ്മളൊരു കമന്റ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലതിനും ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു ലവ് മാത്രം തരുന്നത്. നിങ്ങൾ ചില വിഷമമാണ് നിങ്ങൾക്ക്, റീഡിംഗ് ഇഷ്ടപ്പെട്ടു, യൂണിവേഴ്സിനും നമുക്കെല്ലാം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ ഇടുന്ന കമന്റിൽ ചിലപ്പോൾ അവിടെയുള്ള ഒരു ലവ് എന്ന് പറയുന്ന ഒരു ഹാർട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് കമന്റിന് റിപ്ലൈ ആയിട്ട് ഇടുന്നത്. അതൊരിക്കലും നിങ്ങളുടെ ആ വിഷമത്തിനെ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതല്ല. എൻ്റെ ലവ് നിങ്ങളിലേക്ക് ഞാൻ അയക്കുന്നു, എൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ഞാൻ നൽകുന്നു എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. എനിക്ക് ആരും പറഞ്ഞിട്ടല്ല, എങ്കിലും എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി നിങ്ങളോട് അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ അതിന് നൽകണം. നിങ്ങളുടെ വിഷമങ്ങൾ എന്റെ വിഷമമായിട്ട് തന്നെ ഞാൻ കാണുന്നു, പക്ഷെ പ്രത്യേകമായിട്ട് അതിലൊരു കമന്റും ഇടുന്നില്ല. സ്നേഹം നിങ്ങളിലേക്ക് അയക്കുന്നു എന്ന് നിങ്ങൾ അതിനെ എടുക്കണം. ഓക്കെ, അപ്പൊ മറ്റൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.